ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സെപ്റ്റംബർ ഓൾമോസ്റ്റിംഗ് എത്തി ആൻഡ് അതിനൊപ്പം നമ്മുടെ ഓണക്കാലവും. ഓണത്തിന് ബാക്കി എല്ലാ ആഘോഷ പരിപാടികളിലെയും കൂടെ മേജർ സിനിമ റിലീസസിന്റെ ഒരു സമയം കൂടെ ആണല്ലോ. ആൻഡ് ഓണം റിലീസസ് ആയിട്ട് എത്തുന്ന മലയാളം ഫിലിംസിന് പുറമെ മറ്റ് ഭാഷകളിലെയും ചില എവൈറ്റഡ് മൂവീസ് തിയേറ്റർ റിലീസായി എത്തുന്നുണ്ട് സെപ്റ്റംബറിൽ. ഏതൊക്കെ ഫിലിംസ് ആണെന്നും ബുക്ക് മൈ ഷോ പ്രകാരമുള്ള അവരുടെ റിലീസ് ഡേറ്റ്സും നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുമല്ലോ അല്ലേ? നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മലയാളം ഫിലിംസിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ജസ്റ്റ് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയായ ഓണം റിലീസായി എത്തുന്ന ഒരു ചിത്രത്തിന്റെ എക്സ്പെക്ടേഷൻസ് ആൻഡ് തോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെബ്യൂട്ടന്റ് ഡയറക്ടറായ ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടൊവിനോ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളായും കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ് തുടങ്ങിയവര് മറ്റ് വേഷങ്ങളിലും എത്തുന്ന പീരീഡ് ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമായ അജയന്റെ രണ്ടാം മോഷണം. ഇപ്പൊ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം സെപ്റ്റംബർ 12-നാണ് ഈ 3D ചിത്രം തിയേറ്റേഴ്സിൽ എത്തുന്നത്. ആൻഡ് പാൻ ഇന്ത്യൻ റിലീസ് ആണ്. സോ തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങി ഒത്തിരി ഭാഷകളിൽ സിനിമ റിലീസ് ആവുന്നുണ്ട്. സോ നമുക്ക് മാത്രമല്ല, ഇന്ത്യൻ മൂവീസിൽ തന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ റിലീസസിൽ ഒന്നാണ് അജയന്റെ രണ്ടാം മോഷണം. എല്ലാ എക്സ്പെക്ടേഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗംഭീര സിനിമ തന്നെ ആവട്ടെ. നമുക്ക് അടുത്ത സിനിമ നോക്കാം. ഒരു ഡെബ്യൂട്ടന്റ് ഡയറക്ടറിന്റെ ചിത്രം തന്നെയാണ് ഇത്. അജിത് മാമ്പള്ളി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആൻഡ് ചിത്രത്തിലെ നായകൻ നല്ല പവർ പാക്ഡ് സ്റ്റൺസും ക്വിന്റലിടികളും കൊണ്ട് സ്ക്രീൻ പിടിച്ചു കുലുക്കുന്ന നമ്മുടെ സ്വന്തം ആന്റണി വർഗീസ് അഥവാ പെപ്പെ. സിനിമയുടെ പേര് കൊണ്ടൻ. ആന്റണി വർഗീസിന്റെ സ്വന്തം ഫോർട്ടായ ആക്ഷൻ പാക്ഡ് റിവെഞ്ച് ഡ്രാമയാണ് കൊണ്ടൻ. മോഷൻ ക്യാപ്ചർ ആനിമേഷൻ യൂസ് ചെയ്ത് വന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടീസർ നിങ്ങൾ കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്ത് ശരിക്കും നടന്ന കടലൂർ സംഘർഷങ്ങളെയൊക്കെ ബേസ് ചെയ്തെത്തുന്ന ഈ ഫിലിമിൽ രാജ് പി ഷെട്ടിയും ഒരു മെയിൻ റോള് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല വലിയ ചില ഹിറ്റ്സ് ആയ ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി, RDX ഒക്കെ തന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ പ്രൊഡ്യൂസ് ചെയ്തെത്തുന്ന ഫിലിം എന്നതും റിയൽ ലൈഫിൽ നടന്ന അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ മൂവി എന്നതും ഈ രണ്ട് കാര്യങ്ങളും തന്നെ നമ്മളെ നല്ല എക്സൈറ്റഡ് ആക്കി നിർത്താനുള്ള റീസൺസ് ആയി കഴിഞ്ഞു. സെപ്റ്റംബർ 13-നാണ് റിലീസ് ഡേറ്റ് എന്നാണ് കാണാൻ കഴിഞ്ഞത്. നമുക്ക് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന നല്ലൊരു ട്രീറ്റ് തന്നെ ആവട്ടെ കൊണ്ടൻ. ഈ രണ്ട് വലിയ റിലീസസിനൊപ്പം സെപ്റ്റംബറിൽ തന്നെ എത്തുന്ന കൊണ്ടലിനൊപ്പം തന്നെ റിലീസ് ചെയ്യുന്ന മറ്റൊരു മലയാള ചിത്രമാണ് ഡയറക്ടർ ഷാജി കൈലാസിന്റെ മകൻ റുഷിൻ എസ് കൈലാസ് ആദ്യമായി അഭിനയിക്കുന്ന അബു സലിം മെയിൻ റോളിൽ എത്തുന്ന ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ഷെബി ചൗഗാട്ടിന്റെ ഡയറക്ഷനിൽ എത്തുന്ന ഈ ചിത്രത്തിൽ രോമാഞ്ച സിനിമയിലെ ഒരു മെയിൻ റോള് ചെയ്ത അബിൻ ബിനോ, പിന്നെ ജോണി ആന്റണി എന്നിവർ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെതായി ഇറങ്ങിയ ടീസർ കണ്ടത് വെച്ച് ഒരു കോമഡി ഫിലിമാണ്. എക്സൈറ്റിങ്ങോ ഹൈപ്ഡോ ആവാനുള്ള പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായി തോന്നിയില്ല. എന്നാലും ബുക്ക് മൈ ഷോയിൽ കണ്ടതുകൊണ്ട് ഇവിടെ പറയുന്നു മാത്രം. അപ്പോൾ ഇത് മൂന്നുമാണ് സെപ്റ്റംബറിൽ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള മലയാളം മൂവീസ്. ഇവയോടൊപ്പം എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ലാലേട്ടന്റെ ബാരോസ്, മമ്മൂക്കയുടെ ബസൂക്ക എന്നീ സിനിമകൾ ഒക്ടോബറിലേക്ക് റിലീസ് മാറ്റിയതായിട്ടാണ് അറിയുന്നത്. നിലവിൽ സ്ക്രീനിന് പുറമെയുള്ള മലയാള സിനിമ ഇൻഡസ്ട്രി വളരെ മികച്ച ചില അവസ്ഥകളിലൂടെ പോകുന്നത് കൊണ്ടും അതിനൊപ്പം നമ്മുടെ മെഗാസ്റ്റാറും കംപ്ലീറ്റ് ആക്ടറും വളരെ ശക്തമായ നിലപാടുകൾ കൊണ്ട് തിളങ്ങി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല. നല്ല സിനിമകളോട് നമുക്ക് എപ്പോഴും സ്നേഹമേ ഉള്ളൂ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നമുക്കപ്പോൾ ഇനി സെപ്റ്റംബറിൽ ഇറങ്ങാനിരിക്കുന്ന തമിഴ് മൂവീസ് കൂടെ നോക്കാം. ഓക്കെ, 2 മെയിൻ റിലീസസ് ആണ് തമിഴ് സിനിമയിൽ നിന്ന് ഉണ്ടാവുക എന്നാണ് ഇപ്പൊ കൺഫേം ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് തമിഴ് എന്നല്ല, ഈ വർഷത്തെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് റിലീസ് എന്ന് പറയാവുന്ന, സിനിമാ വേൾഡിൽ മാത്രമല്ല തമിഴ്നാട് പൊളിറ്റിക്സിലും അതിൻ്റെതായിട്ടുള്ള വാർത്തകളും ചർച്ചകളും കൊണ്ട് കൂടെ റിലവന്റ് ആയ സാക്ഷാൽ തലപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സാധാരണ ഒരു വിജയ് പടം വന്നാലുള്ള സെലിബ്രേഷൻ തന്നെ നമുക്കറിയാം. അപ്പൊ പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പീരീഡിൽ നിൽക്കുന്ന, അതിലെ ഒരു ഡിസിഷന്റെ കൂടെ ഭാഗമായിട്ട് വരുന്ന സിനിമ, അതും വെങ്കട് പ്രഭു പോലെ ഒരു ഹിറ്റ് മേക്കർ ഒരുക്കുന്ന ചിത്രം ആവുമ്പോൾ ആന്റിസിപ്പേഷൻ ലെവൽ എവിടെ എത്തി നിൽക്കുമെന്ന് പറയുക പോലും വേണ്ടല്ലോ. കുറച്ച് ട്രോൾ മെറ്റീരിയൽ ആയേക്കാവുന്ന തരത്തിലുള്ള സ്റ്റിൽസും ഗെറ്റപ്പും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ബീസ്റ്റിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ട്രെയിലർ ആണ് വന്നതെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇസ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ഓഫ് 2024. സെപ്റ്റംബർ റിലീസസ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ തുടങ്ങുന്നത് തന്നെ അണ്ണന്റെ വരവുമായിട്ടാണ്. സെപ്റ്റംബർ 5-ആണ് റിലീസ്. ആൻഡ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തിയേറ്ററിലേക്ക് അടുക്കുന്ന കാര്യം തന്നെ എങ്ങനെയാവും അറിയാത്തതുകൊണ്ട് ആരെങ്കിലും ഡേറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പ്രീ ബുക്കിംഗ് ഓപ്പൺ ആയ ഉടനെ ടിക്കറ്റ്സ് റിസർവ് ചെയ്തോളൂ. നമുക്കപ്പോൾ അടുത്ത തമിഴ് സിനിമ നോക്കാം. 96 എന്ന മനോഹരമായ പ്രണയകാവ്യം സംവിധാനം ചെയ്ത് ഒറ്റ സിനിമ കൊണ്ട് നമ്മളെയൊക്കെ ഫാൻ ആക്കിയ ശ്രീ പ്രേംകുമാർ ഒരുക്കുന്ന ആക്ഷൻ ഡ്രാമ ഫിലിം മെയ്യഴകൻ. എന്നാൽ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണോ ആ സിനിമ എക്സൈറ്റിംഗ് ആവുന്നത്? വേറെ റീസൺസ് ഉണ്ട്. ഒന്ന്, കാർത്തി, അരവിന്ദ് സ്വാമി, രാജ് കിരൺ, ശ്രീദിവ്യ എന്നിവരടങ്ങുന്ന വലിയ കാസ്റ്റ്. മറ്റൊന്ന്,
പസംഗ് 2, 24, സൂര്യറൈ പോർട്രേ, ജയ് ഭീം തുടങ്ങിയ മികച്ച ചിത്രങ്ങൾ നമുക്ക് തന്ന 2D എന്റർടൈൻമെന്റ് ബാനറിൽ സൂര്യയും ജ്യോതികയും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. സെപ്റ്റംബർ 27 ആണ് റിലീസ് ഡേറ്റ് ആയി അനൗൺസ് ചെയ്തിട്ടുള്ളത്. വാല്യൂഡ് ആയ സിനിമകൾ തന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും കാർത്തിയെ പോലൊരു വേഴ്സ്റ്റൈൽ ആക്ടർ നായകനായി ഡയറക്ഷൻ എന്ന പണി നന്നായിട്ട് അറിയാമെന്ന് ഒറ്റ സിനിമയിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്ന സി പ്രേംകുമാർ ഒരുക്കുന്ന മറ്റൊരു ജോണറിലുള്ള സിനിമ എന്നുള്ളിടത്ത് കാത്തിരിക്കാൻ പാകത്തിനുള്ള ചിത്രം തന്നെ ആയി മാറുന്നുണ്ട് മെയ് അഴകൻ. നമുക്ക് നോക്കാം മറ്റൊരു ലാൻഡ്മാർക്ക് മൂവി ആയിരിക്കുമോ എന്നുള്ളത്. അപ്പൊ തമിഴ് സിനിമ ഇവ രണ്ടും ആയിരുന്നു. നമുക്കിനി തെലുഗു മൂവീസ് കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും പ്രധാനമായിട്ടൊരു ബിഗ് റിലീസ് ആണ് സെപ്റ്റംബറിൽ എത്തുന്നത്. RRR എന്ന മാസീവ് ഹിറ്റിന് ശേഷം ദന്തമുരി താരക രാമാറാവ് ജൂനിയർ അഥവാ ജൂനിയർ NTR നായകനായി എത്തുന്ന ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഡ്രാമ ഫിലിം ദേവര. 2 പാർട്ടായിട്ട് ഒരുക്കുന്ന സിനിമകളിൽ ആദ്യ ഭാഗമായ ദേവര പാർട്ട് 1 ആണ് സെപ്റ്റംബർ 27 തിയേറ്റേഴ്സിൽ എത്തുന്നത്. ജൂനിയർ NTR കൂടാതെ സെയ്ഫ് അലി ഖാൻ, ജാൻവി കപൂർ പുള്ളിക്കാരിയുടെ ആദ്യ തെലുഗു ഫിലിമാണ്. ചിത്രത്തിലെ പാട്ടുകളൊക്കെ ഇറങ്ങിയത് കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ പ്രകാശ് രാജ്, ശ്രീകാന്ത്, ഷൈൻ ടോം ചാക്കോ ആൻഡ് നരേ എന്നിങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസിലെയും പോപ്പുലർ ആക്ടേഴ്സ് തന്നെയുണ്ട് ഫിലിമിന്റെ കാസ്റ്റ്. ജൂനിയർ NTR നായകനായി എത്തുന്ന 30ാമത്തെ സിനിമ എന്ന പ്രത്യേകതയുള്ള ദേവരയുടെ മ്യൂസിക് കോമ്പോസിഷൻ അനിരുദ്ധാണ്. ആൻഡ് പ്രഭാസിന്റെ മിർച്ചി, മഹേഷ് ബാബുവിന്റെ ശ്രീമന്തുടു തുടങ്ങിയ തെലുഗു ഇൻഡസ്ട്രിയിലെ അതാത് സിനിമകൾ ഇറങ്ങിയ സമയത്തെ ഹൈയസ്റ്റ് ഗ്രോസേഴ്സ് ആയ ചിത്രങ്ങൾ കൂടി ഡയറക്ട് ചെയ്ത കൊർത്താല ശിവയുടെ കൂടെയുള്ള ജൂനിയർ NTRന്റെ തന്നെ ജനതാ ഗാരേജ് എന്ന ഹിറ്റിന് ശേഷമുള്ള 2ാമത്തെ ചിത്രമാണ് ദേവര. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ദേവര ഓഡിയൻസിന് വളരെ കാത്തിരിക്കുന്ന ചിത്രമാണ് എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ 2022 ചിരഞ്ജീവിയെ നായകനാക്കി രാംചരൺ ഒരു ക്യാമിയോ റോള് കൂടി ചെയ്തു വന്ന ആചാര്യ എന്ന അതിഭീകര ഫ്ലോപ്പാണ് കൊർത്താല ശിവയുടെ അവസാന ചിത്രം എന്നുള്ളിടത്ത് സിനിമാ പ്രേമികൾക്ക് ഒരു പേടിയും ഇല്ലാതില്ല. പക്ഷേ സിനിമാ വേൾഡ് അല്ലേ, എന്ത് സംഭവിക്കാം. പ്രത്യേകിച്ചും 2024 സുന്ദർസെ പോലെ ക്രാസ് ഹ്യൂമർ സിനിമകൾ ചെയ്യുന്ന ഒരു ഡയറക്ടർ തമിഴിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് തന്നിരിക്കുന്ന ശങ്കർ എന്ന ബ്രഹ്മാണ്ഡ ഡയറക്ടർ ഇന്ത്യൻ 2 പോലൊരു കൊടൂര ഫ്ലോപ്പ് തന്നിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഓൾട്ടർനേറ്റ് ടൈം ലൈനിലൂടെ പൊക്കോണ്ടിരിക്കുന്ന വർഷമാണിത്. സോ ദേവര നമുക്ക് എല്ലാ നല്ല എക്സ്പെക്ടേഷനിലും തന്നെ കാത്തിരിക്കാം. അപ്പൊ സെപ്റ്റംബറിൽ മലയാളം, തമിഴ്, തെലുഗു എന്നീ ഭാഷകളിൽ നിന്ന് വരാനിരിക്കുന്ന സിനിമകളാണ് നമ്മൾ ഇപ്പൊ നോക്കിയത്. ഇപ്പൊ തന്നെ വീഡിയോ കുറച്ചധികം ലെങ്തി ആയില്ലേ എന്നൊരു സംശയം. സോ ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജസിലെ അപ്കമിംഗ് മൂവീസ് നമുക്ക് ഇതിനോട് തുടർച്ചയായി അടുത്ത വീഡിയോസിൽ നോക്കിയാലോ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതുന്നു. ഈ പറഞ്ഞ ചിത്രങ്ങൾക്ക് പുറമെ ഞങ്ങൾക്ക് മിസ്സായ ഏതെങ്കിലും സിനിമകൾ കൂടെ വരാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ അല്ലെ? കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആയി വരുന്നവരെ ബൈ.